യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സാമൂഹ്യ നീതിയുടെ പ്രവാചകനായ മീക്ക പ്രവാചകൻ്റെ സാമൂഹ്യ ദർശനങ്ങളെക്കുറിച്ചായിരുന്നു. തുടർന്നുള്ള ഇന്നത്തെ ഈ എപ്പിസോഡിൽ മറ്റൊരു സാമൂഹ്യ നീതിയുടെ പ്രവാചകനായ ജെറമിയായുടെ സാമൂഹ്യ ദർശനങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മീക്ക പ്രവാചകൻ്റെ സാമൂഹിക ദർശനങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചു. നമുക്കിന്ന് തുടങ്ങേണ്ടത് ജെറമിയ പ്രവാചകനെ കുറിച്ചാണ്. അച്ഛന് ആ ഭാഗത്തേക്കൊന്ന് വന്ന് ജെറമിയ പ്രവാചകൻ്റെ സാമൂഹിക ദർശനത്തെക്കുറിച്ചൊരു ഒന്ന് വിവരിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. യേശയ്യ, മിക്ക എന്നീ പ്രവാചകന്മാർക്ക് ശേഷം ഏതാണ്ട് അവരുടെ കാലഘട്ടത്തിന് 100 വർഷത്തിന് ശേഷം ജെറൂസലേമിൽ പ്രവാചക ദൗത്യം നിർവഹിച്ച പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. അദ്ദേഹം യേശയ്യായുടെയും മിക്കായുടെയും പാത പിന്തുടർന്ന് സാമൂഹിക അനീതിക്ക് എതിരെ ശബ്ദമുയർത്തി ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ജെറമിയായുടെ പുസ്തകത്തിൽ വിഗ്രഹ ആരാധനയും സാമൂഹ്യമായിട്ടുള്ള അനീതിയും വഴി തുടരെ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് ദൈവത്തിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടി വരുമെന്നും ആ ശിക്ഷ ഭയാനകമായിരിക്കുമെന്നും അവസാനം അവർ അടിമത്തത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവാചകനാണ് ജെറമിയ പ്രവാചകന്. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് സാമൂഹിക അനീതി ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. ഈ അനീതിക്ക്, അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന, അതിനെ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൽ നിന്ന് മുതലെടുക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ സർവത്ര അനീതിയാണ്, എവിടെ നോക്കിയാലും. ജെറമിയായുടെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്: ജെറൂസലേമിൻ്റെ തെരുവീച്ചുകളിൽ ചുറ്റിത്തടന്ന് അന്വേഷിക്കുക, പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക, നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം. ഒരു വെല്ലുവിളിയാണ്. അതെ. അപ്പോൾ ദൈവം ജെറൂസലേമിനോട് ക്ഷമിക്കും. അങ്ങനെയാണ്. ആരെയെങ്കിലും ജെറൂസലേമിൽ നീതി പ്രവർത്തിക്കുന്നതായിട്ട്, സത്യം അന്വേഷിക്കുന്നതായിട്ട് കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ ജെറൂസലേമിനെ ശിക്ഷിക്കാതിരിക്കാം, അവളോട് ക്ഷമിക്കാം എന്നാണ് പറയുന്നത്. മതി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്തോ ആരും ഇല്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള, അപ്പം ഒരുവനും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കാണുന്നത്, പൊതുവായിട്ട് കാണുന്നത് ഈ അനീതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണകർത്താക്കളുടെ സാമ്പത്തിക അഴിമതി, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെയും പുരോഹിതരുടെയും അവിശ്വസ്തത, അക്രമത്തിലൂടെയും ചൂഷണത്തിലൂടെയും സമ്പന്നരും വമ്പന്മാരുമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്, സമ്പന്നരും വമ്പന്മാരുമായിട്ടുള്ള മുതലാളി വർഗത്തിൻ്റെ ചൂഷണം, ന്യായാധിപന്മാരുടെ അന്യായമായിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ. അപ്പോൾ ഇത് ഒക്കെയാണ് അദ്ദേഹം സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെയൊക്കെയാണ് കുറ്റപ്പെടുത്തുന്നത്.
അപ്പം ഇവരുടെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ദൈവത്തിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുമെന്നും ദൈവം ശിക്ഷിക്കുമെന്നും അത് ഭയാനകമായിട്ടുള്ള ഒരു വിധിയായിട്ട്, ശിക്ഷാവിധിയായിട്ട് മാറുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിൽ 5-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സാമൂഹ്യ അനീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സാർ ഒന്ന് വായിക്കാവോ? എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടിയിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർ കടന്നുകൂടിയിരിക്കുന്നു. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതൂടെയാണ് പറയുന്നത്. അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാകുന്നു. കൂട്ടിൽ പക്ഷികൾ എന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അപ്പം അതായത് വഞ്ചനയാണ് അവരുടെ ഭവനങ്ങളിലുള്ളത്. വഞ്ചന എന്ന് പറയുമ്പോഴത്തേക്കും അതായത് വഞ്ചന നിരൂപിക്കുന്നു. വഞ്ചന വഴിയായിട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ എല്ലാം അവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മിക്കേണ്ടത്. വഞ്ചനയാണ്. ജീവിക്കുന്ന ആളുകൾ, അവിടെ വസിക്കുന്ന ആളുകൾ വഞ്ചന നിറഞ്ഞ ആളുകളാണ്. അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി. ആണ്, വമ്പന്മാരും പണക്കാരുമായി. അവർ തടിച്ചു കൊഴുത്തു. അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല. അവരുടെ വിധികൾ നീതിയുക്തമല്ല. അപ്പൊ ന്യായാധിപന്മാരെ കുറിച്ച് പറയാണ്, അവരുടെ വിധികൾ നീതിയുക്തമല്ല. അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല. ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? കർത്താവ് ചോദിക്കുന്നു. അതായത് ഈ ദൈവത്തിൻ്റെ കോപം അനീതി പ്രവർത്തിക്കുന്നവർക്ക് എതിരെ ഉണ്ടാകും എന്ന് മറ്റു പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. എന്നിട്ട് 30-ാമത്തെ വാക്യത്തിൽ 30-31 എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി അവിടെ നടപ്പാകുന്നുണ്ട്. ബീഭത്സവും സംഭ്രമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാനായിട്ട് നിയുക്തരാക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനമല്ല പ്രഘോഷിക്കുന്നത്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. ജനത്തെ പ്രീതിപ്പെടുത്തുന്ന, അതായത് ഈ ജനത്തെ വാസ്തവത്തിൽ അവരുടെ കുറവുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട വ്യക്തികൾ ജനത്തെ അവരുടെ കുറവുകളെ ഓർമ്മിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ വ്യാജപ്രവചനങ്ങൾ നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും കൂടി കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നു. അതെ. അപ്പം സർവത്ര പോകുന്നിടത്തെല്ലാം സമ്പന്നരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാർ, ന്യായാധിപന്മാർ, പുരോഹിതർ, പ്രവാചകന്മാർ, അപ്പം ജനത്തെ നയിക്കേണ്ട വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് ജെറമ്യ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ വ്യാജപ്രവചനങ്ങൾ നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇവർ ആത്മീയമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു ശോഷണം സംഭവിക്കുകയാണ് എന്നുള്ളതാണ്. നേരെ അവരെ നയിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പരിണിതഫലം എന്താണെന്നുള്ള കാര്യം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ മേലെ? ജെറൂസലേമിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തുകയാണ്. വടക്ക് നിന്നൊരു ശത്രു വരുമെന്നാണ് പറയുന്നത്. ആ ശത്രു ബാബിലോൺ ആണ്. നമുക്കറിയാം 587 BC, ക്രിസ്തുവിന് 587 വർഷം മുമ്പ് ബാബിലോൺ ജെറൂസലേമിനെ, യൂദായെ കീഴടക്കിയതായിട്ടുള്ള ഒരു ചരിത്രം. അതിനുശേഷം യൂദായിലുള്ളവരെല്ലാം പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് അയക്കപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ തിന്മയുടെ പരിണിത ഫലമായിട്ടുള്ള ഒരു ശിക്ഷാവിധിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ 137 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാബിലോൺ നദിയുടെ തീരത്തിരുത്തുകൊണ്ട് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടൊരു സങ്കീർത്തനമുണ്ടല്ലോ. അതായത് ഇവിടെ നിന്നും ജെറൂസലേമിൽ നിന്നും നാടുകടത്തപ്പെട്ട യഹൂദർ ബാബിലോണിലായിരിക്കുമ്പോൾ
അവർ സഹ്യോനെ ഓർത്ത് വിലപിക്കുന്ന ഒരു വിലാപഗാനമാണ് ഈ സങ്കീർത്തനം എന്നുള്ളതാണ്. അപ്പം ശിക്ഷാവിധി, അപ്പം തിന്മയ്ക്കുള്ള ശിക്ഷയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഈ ഭരണവർഗമാണ്. ഭരിക്കുന്നവർ, ഭരണവർഗത്തിൻ്റെ അനീതിയും അക്രമത്തെക്കുറിച്ചും അദ്ദേഹം സവിസ്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് 21-ാം അധ്യായം 11 മുതൽ 23-ാം അധ്യായം 8-ാമത്തെ വാക്യം, ആ സെക്ഷൻ മുഴുവനും യൂദ ഭരിച്ച രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അനീതികൾ, അക്രമങ്ങളാണ് പറയുന്നത്. അവർ സമ്പന്നരായത്, അവരെ ദൈവമാണ് രാജാക്കന്മാരായിട്ട് നിയമിച്ചത്. പക്ഷേ അവർ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരാളൊഴിച്ച് ബാക്കി ആരും ഭരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. 21-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളിൽ 21, 11, 12 വാക്യങ്ങളിൽ രാജാക്കന്മാർ എങ്ങനെ ഭരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അവരതനുസരിച്ച് ഭരിച്ചില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നത്. 21, 11, 12 വായിക്കാമോ? യൂദ രാജാവിന്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ ഭവനമേ, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും, അപ്പോൾ അതുകൊണ്ട് ക്ഷമിപ്പിക്കാത്ത വിധം അത് ആളിക്കത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വാക്ക് കേട്ടു, യൂദ രാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക. കൊട്ടാരത്തിൽ ചെന്ന് പറയണം എന്നുള്ളതാണ്. യൂദ രാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദാവീദിൻ്റെ ഭവനമേ, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക. എന്ന് പറഞ്ഞാൽ നീതി നിർവഹണത്തിന് ഈ ഉച്ചയാകുന്നത് വരെയോ സന്ധ്യയാകുന്നത് വരെയോ കാത്തിരിക്കേണ്ട കാര്യമില്ല. പ്രഭാതത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് നീതി നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 22-ാം അധ്യായത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 22-ാം അധ്യായത്തിൽ 2, 3 വാക്യങ്ങളിൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂദാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും അരുത്. ഇനി ഈ വാക്കനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിൻ്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്ത് സവാരി ചെയ്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവർ അവരുടെ ഭരണം അഭംഗുരം തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്ന 23-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, രാജാക്കന്മാർ പലരും ദൈവത്തിൻ്റെ ഈ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂദ ഭരിച്ചിരുന്ന യഹോയാക്കിം രാജാവിൻ്റെ ദുഷ്ടതകളെ എണ്ണിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. 22-ാം അധ്യായത്തിൽ 22-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ രാജാവിൻ്റെ യോയാക്കീമിൻ്റെ തിന്മയെക്കുറിച്ചാണ് പറയുക. സാർ ഒന്ന് വായിക്കാവോ? അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ. അത് പിന്നീട് നമ്മൾ ആരാണെന്നുള്ളതിന്, ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോയാക്കീം എന്ന രാജാവിനെ കുറിച്ചാണ് അത് പറയുന്നത്. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ?
നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു. അന്ന് എല്ലാം നന്നായിരുന്നു. എന്നെ അറിയുകയെന്ന് എന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇത് 18-ാമത്തെ വാക്യത്തിൽ ജോസിയ രാജാവിൻ്റെ മകനായ യഹോയാക്കീമിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത്. യഹോയാക്കീം തൻ്റെ പെരുമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അഹങ്കാരം നിറഞ്ഞ മനുഷ്യൻ, അസഹിഷ്ണുവായിട്ടുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ അനീതി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പെരുമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ കൊട്ടാരങ്ങൾ പണിതു എന്നുള്ളതാണ്. ഈ കൊട്ടാരങ്ങൾ അത് എന്ത് വിലപിടിപ്പുള്ള തടികൾ കൊണ്ടും ഒക്കെ അതിൻ്റെ തട്ടിടുകയും, അതിൻ്റെ അത് പറയുന്നുണ്ടല്ലോ, അത് ഈ ഉപയോഗിച്ച തടിയുടെ കാര്യവും അപ്പോൾ വിലപിടിപ്പുള്ള തടികളാണ്, തടിയാണ്. അപ്പോൾ അതുകൊണ്ട് തട്ടിടുന്നു, ചായം പൂശുന്നു. അപ്പോൾ ഇങ്ങനെ മോടി പിടിപ്പിച്ച്, അതും എങ്ങനെയാണ് ഇങ്ങനെ മോടി പിടിപ്പിക്കുന്നത്? വിശാലമായിട്ടുള്ള മാളികകളാണ് പണിയുന്നത്, മുറികളാണ് പണിയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തൻ്റെ പെരുമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിലാണോ ഒരു മനുഷ്യൻ്റെ, ഒരു രാജാവിൻ്റെ ഐഡൻറ്റിറ്റി? ഇതാണോ ഒരു രാജാവിനെ രാജാവാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഈ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കൊട്ടാരം പണിയാനായിട്ട് ഒരുപാട് തൊഴിലാളികൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നുള്ളതാണ്. അവർക്ക് പണവും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ, ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് തൻ്റെ പെരുമയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരിയായിട്ടുള്ള യഹോയാക്കീം ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചവന് കൂലിയില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ യഹോയാക്കീമുകൾ ധാരാളം ഉണ്ട്. അപ്പം നീതിപൂർവമായിട്ടുള്ള ഒരു വേതനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ പരമ്പരയുടെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് വരുമ്പോഴത്തെ അതേക്കുറിച്ച് ഈ സഭയും സാമൂഹ്യ ദർശനവും എന്നൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണത്. നമുക്കത് ആ സമയത്ത് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് നിരപരാധികളുടെ രക്തം ചിന്തുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവരെ വധിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അവരുടെ കണ്ണുനീര് വീണ സ്ഥലം. എന്നിട്ട് ഒരു കമ്പാരിസൺ ഉണ്ട്, ഒരു താരതമ്യമുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാർ അനീതി ചെയ്യുമ്പോഴും നീതിപൂർവ്വം പ്രവർത്തിച്ച ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസിയ രാജാവാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അപ്പോൾ അദ്ദേഹം ജീവിക്കേണ്ടതുപോലെ തന്നെ ജീവിച്ചു, ഭരിക്കേണ്ടതുപോലെ തന്നെ ജീവിച്ചു, എല്ലാം അവന് ശുഭമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യമാണ്, അവൻ ദരിദ്രർക്ക് അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു, അന്നെല്ലാം നന്നായിരുന്നു എന്നുള്ളതാണ്. ഒരു രാജാവിൻ്റെ കടമയാണ് സമൂഹത്തിലെ ദരിദ്രരെ സംരക്ഷിക്കുക, അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് 17 മുതലുള്ള വാക്യങ്ങളിൽ യോധിയ രാജാവിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള പുത്രനായ യഹോയാക്കീം എന്താണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് പറയുന്നുണ്ട് 17-18 വാക്യങ്ങളിൽ. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ജനത്തെ ഭരിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടപ്പാക്കുക. ഇതിനു പകരമായിട്ട് ഇദ്ദേഹം വ്യാപൃതനായിരിക്കുന്ന എന്താണ്? നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വിവരണമാണ് ഏതാനും വാക്കുകളിൽ കാണുന്നത്. അതുകൊണ്ട് യോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ എൻ്റെ സഹോദര, ഹാ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല.
ഹാ എൻ്റെ യജമാനനെ, ഹാ എൻ്റെ പ്രഭോ എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല. കഴുതയെപ്പോലെ ആയിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. അദ്ദേഹത്തിന് രാജ്യത്വം നഷ്ടപ്പെടുന്നു, രാജ്യം നഷ്ടപ്പെടുന്നു. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. രാജകുടുംബത്തിന് അധികാരവും സമ്പത്തും നഷ്ടപ്പെടും എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇതിൻ്റെ ശിക്ഷയ്ക്ക്, ഈ കുറ്റത്തിനുള്ള ശിക്ഷയായിട്ട്. അപ്പം ദാരുണമായിട്ടുള്ള അന്ത്യത്തിൻ്റെ വിവരണം നമ്മൾ ഈ ജെറമ്യായുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന രാജാക്കന്മാർക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ജെറമ്യായുടെ പുസ്തകത്തിലുണ്ട്, ദിനവൃത്താന്തത്തിലുണ്ട്, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെയുണ്ട്. അത് നമുക്ക് ഈ സെക്ഷൻ്റെ അതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് അതേക്കുറിച്ച് പറയാം. അപ്പോൾ ഇവർ സമ്പാദിച്ചത് മുഴുവനും ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. രാജ്യത്വം നഷ്ടപ്പെടുന്നു, അധികാരം നഷ്ടപ്പെടുന്നു, ഇതെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പം രാജാക്കന്മാരെക്കുറിച്ച്, ഭരണകർത്താക്കളെക്കുറിച്ച് ഉള്ള അവരെ കുറ്റപ്പെടുത്തുന്ന, അവർക്ക് ലഭിക്കാറുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരുമാണ്. അവർ ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് അവർ തിന്മ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിഞ്ഞിട്ടും അവരെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് മൗന അനുവാദം നൽകുന്നതായിട്ടാണ്. ഉദാഹരണമായിട്ട് ഈ ജെറമ്യായുടെ പുസ്തകം 6-ാം അധ്യായം 13-15 വാക്യങ്ങളിൽ, നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. അത് നമ്മൾ 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സർവത്ര അനീതിയാണ്. നിസ്സാരന്മാർ മുതൽ വമ്പന്മാർ വരെ എല്ലാവരും അന്യായമായിട്ടുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, ആർത്തി പൂണ്ടിരിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. അതാണ്. അപ്പം പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. ഇപ്പം സമൂഹത്തിൽ ഇതുപോലെയുള്ള തിന്മകളൊക്കെ നടക്കുന്നു. അത് സമ്പന്നവർഗം, ഭരണകർത്താക്കൾ, അതുപോലെ തന്നെ നീതി നടപ്പാക്കാനായിട്ട്, നീതിപൂർവ്വം വിധിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ന്യായാധിപന്മാർ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ തിന്മ വരുന്നു. പക്ഷേ അവരെ തിരുത്താനായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള പ്രത്യേക ഉത്തരവാദിത്വം പ്രവാചകനും പുരോഹിതനും ഉണ്ട്. അപ്പം ഇവർ ഈ 2 കൂട്ടർ അവരെന്താണ് ചെയ്യുന്നത്? പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നത്. മുറിവുകൾ ഏറ്റിട്ടുള്ള മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ ആണ് ഈ ഇത്തരക്കാരുടെ പ്രവർത്തനം കൊണ്ട് വേദനയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുകയും ചെയ്യേണ്ടവരായിട്ടുള്ള അവർ അശ്രദ്ധമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നത് അശ്രദ്ധമായിട്ട്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറയുന്നു. സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ്. എങ്കിലും എല്ലാം ശുഭമാണ്. അഭിനയിക്കുക. എല്ലാം ശുഭമാണെന്ന് പറയാണ്. ഇപ്പം നടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന് ആളുകളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ യഹോയാക്കീമിൻ്റെ ഭരണകാലം എന്നൊക്കെ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഓർക്കണം. അതായത് തിന്നാനും കുടിക്കാനും ഉള്ളൊരു സാഹചര്യം പോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർക്ക് കൂലി കൊടുക്കാതെ ഈ സമ്പന്നനായിട്ട് അതുപോലെ തന്നെ ആഡംബരത്തിൽ ജീവിക്കുന്ന ഓർക്കണം. അപ്പോൾ ഇവിടെയൊക്കെ വാസ്തവത്തിലൊരു കാലിക പ്രസക്തിയുള്ള ഒരു ഇതാണ്. ചില രാജ്യങ്ങൾ നമ്മൾ ഓർക്കണം, വളരെ പട്ടിണിയിലൂടെ ജനം കടന്നു പോകുമ്പോൾ, മഹാഭൂരിപക്ഷം ജനം കടന്നു പോകുമ്പോൾ ആർഭാടത്തിലും സുഖലോലുപതയിലും ഒക്കെ ജീവിക്കുന്ന ഭരണകർത്താക്കൾ. അപ്പോൾ അതിന് മൗനാനുവാദത്തോടുകൂടി അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാത്ത ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതിനെതിരെ നടപടിയെടുക്കാത്ത ആളുകൾ, ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള തെറ്റുകളാണെന്ന് പ്രവാചകനോട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ എപ്പിസോഡ് തുടർന്നുള്ള ചിന്തകൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം
ജെറമിയ പ്രവാചകൻ്റെ സാമൂഹ്യ ദർശനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ പൂർത്തിയായിട്ടില്ല. അല്പം കൂടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മളത് കാണുകയാണ്. ഈ സമയം ഒക്കെയും നമ്മളോടുകൂടെ ഈ വിഷയം കൈകാര്യം ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.